Good afternoon. Audible ആണോ? Miss. Okay. So did you check Linways account? Linways മാർക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സീരീസ് എക്സാമിൻ്റെ പേപ്പർ വാല്യൂ ചെയ്തിട്ട് മാർക്ക് ലിൻവേസിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. കുറച്ച് പേര് ഫെയിലായിട്ടുണ്ട്. 7 പേരോളം ഫെയിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മാർക്ക് നോക്കുക. പിന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻസ് വായിക്കാതെയാണോ നിങ്ങൾ എക്സാം എഴുതുന്നത്? പ്രോബ്ലംസ് പകുതി വരെ മാത്രമേ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ടുള്ളൂ. അതായത് നിങ്ങളുടെ പേപ്പർ നോക്കിയപ്പോൾ ക്ലിയർ ആയതാണ്. സ്റ്റാർ ടു ഡെൽറ്റ കൺവേർഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. 3 റെസിസ്റ്റേഴ്സ് R1, R2, R3. സോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന R1 ഈക്വൽ ടു 6 ഓം, R2 ഈക്വൽ ടു 6 ഓം എന്നാണ്. സോ കുറേ പേർക്ക് മെത്തേഡ് അറിയാം, ബട്ട് യു ഹാവ് ടേക്കൺ ഇറ്റ് ആസ് റെസിസ്റ്റൻസ് R1 60 ഓം. ക്വസ്റ്റ്യൻ ഇറ്റ്സ് ഗിവൺ ആസ് 6 ഓം. ഓക്കെ, ഇപ്പോൾ ഓം എന്നുള്ളതിൻ്റെ ഓം കൂടെ നിങ്ങൾ ഓമിലേക്ക് എടുത്ത് റെസിസ്റ്റൻസ് വാല്യൂ ആയിട്ട് 60 ഓം എടുത്തിട്ടാണ് പലരും ചെയ്തിരിക്കുന്നത്. അതുപോലെ മെഷ് അനാലിസിസിൻ്റെ പ്രോബ്ലത്തിൽ കാൽക്കുലേറ്റ് ദി കറണ്ട് ഇൻ ഈച്ച് ബ്രാഞ്ച് ഓഫ് ദി സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾ ഓഫ് യുവർ കാൽക്കുലേറ്റഡ് മെഷ് കറണ്ട്സ്, മെഷ് കറണ്ട് വരെ ഓൾമോസ്റ്റ് ചെയ്തവരെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. മെഷ് കണ്ടുപിടിച്ച് മെഷിൽ ഓരോ കറണ്ട്സും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതെത്രയാണ് മെഷ് കറണ്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? കാൽക്കുലേറ്റ് ദ കറണ്ട് ഇൻ ഈച്ച് ബ്രാഞ്ച് ഓഫ് ദി സർക്യൂട്ട്. അപ്പോൾ ഓരോ ബ്രാഞ്ചിലെയും കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. മെഷ് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാഞ്ച് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യൽ അത് ആരും ചെയ്തിട്ടില്ല. ആകെ ഒരാൾ മാത്രമായിട്ടാണ് അത് കറക്റ്റായിട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ മെഷ് കറണ്ട് വരെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. യു ആർ നോൺ ദി മെത്തേഡ്. അപ്പോൾ ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ ബ്രാഞ്ച് കറണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ റെസിസ്റ്റൻസ് വാല്യൂവിൻ്റെ പ്രോബ്ലത്തിൽ റെസിസ്റ്റൻസ് കളർ കോഡ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി റേഞ്ച് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റേഞ്ച് ഓഫ് റെസിസ്റ്റൻസ് വാല്യൂ എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ റേഞ്ച് ഓഫ് റെസിസ്റ്റൻസ് മീൻസ് വാട്ട്? അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന റെസിസ്റ്റൻസിൻ്റെ കോഡിംഗ് പ്രകാരം യു ഗോട്ട് റെസിസ്റ്റൻസ് വാല്യൂ 47 ഇൻറ്റു 10⁻² പ്ലസ് ഓർ മൈനസ് 5%. ഓക്കെ, സോ ഇതുവരെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. 47 ഇൻറ്റു 10² പ്ലസ് ഓർ മൈനസ് 5%. ബട്ട് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ഗിവൺ ആസ് യു ഹാവ് ടു കാൽക്കുലേറ്റ് ദി ഫൈൻഡ് ദി റേഞ്ച് ഓഫ് റെസിസ്റ്റൻസ്. സോ റേഞ്ച് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇത് ഏത് വാല്യൂ വരെ വാരി ചെയ്യാം? 47 ഇൻറ്റു 10² പ്ലസ് 5% ടു 47 ഇൻറ്റു 10²ൻ്റെ 5% കണ്ടുപിടിക്കുക. നമ്മൾ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്ത പ്രോബ്ലം ആണ്. അതായത് റെസിസ്റ്റൻസ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മിനിമം റേഞ്ച് എന്ന് പറയുന്നതാണ് ഈ വാല്യൂൻ്റെ 47 ഇൻറ്റു യു ഹാവ് ടു കാൽക്കുലേറ്റ് ദി 5% ഓഫ് 47 ഇൻറ്റു 10². ഓക്കെ, എന്നിട്ട് 47 ഇൻറ്റു 10² മൈനസ് ആ 5% വാല്യൂ എത്രയാണോ കിട്ടിയത് അത് നോക്കുക. ദെൻ അപ്പർ റേഞ്ച് മീൻസ് 47 ഇൻറ്റു 10² പ്ലസ് ആ 5% വാല്യൂ. എല്ലാവരും ഇതുവരെ ചെയ്തിട്ടുണ്ട്, റെസിസ്റ്റൻസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പർ റേഞ്ചും ലോവർ റേഞ്ചും രണ്ടാൾ മാത്രമാണ് അപ്പർ റേഞ്ചും ലോവർ റേഞ്ചും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രോപ്പറായിട്ട് വായിച്ചിട്ട് ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചിരുന്നത് നിങ്ങൾ പകുതി ക്വസ്റ്റ്യൻ ക്ലിയർ ആയി വായിക്കാതെയാണ് ചെയ്തിരിക്കുന്നത്. മെഷ് അനാലിസിസ് ഒരുപാട് പേര് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. മെഷിൽ അതായത് 3 മെഷ് ഉണ്ട്. സോ 3 മെഷിൽ നിങ്ങൾ കറണ്ട് കറക്റ്റ് കാൽക്കുലേറ്റ് ഉണ്ട്. പക്ഷെ ഓരോ ബ്രാഞ്ച്, അതായത് ഈ ബ്രാഞ്ചിൽ എത്രയാണ്, സോ മെഷ് കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ബ്രാഞ്ച് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നുമില്ല. ഇപ്പോൾ I1 മൈനസ് I2 ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ബട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കാത്തതുകൊണ്ട് മെഷ് കണ്ടപ്പോഴും എഴുതി മെഷ് കറണ്ട് അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, സോ അതിനുശേഷം എത്രയാണ് ബ്രാഞ്ച് കറണ്ട് എന്ന് പലരും കാൽക്കുലേറ്റ് ചെയ്തില്ല. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ലൂസ് ചെയ്യും അവിടെ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് വായിച്ചിട്ട് ആൻസർ ചെയ്യാം. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, സോ ലാസ്റ്റ് ക്ലാസ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് RC coupled amplifier. Okay, so common emitter RC coupled amplifier. So here we are using transistor as an amplifier. Okay, to work as an amplifier, transistor should operate in which mode? What are the 4 modes of operation? ട്രാൻസിസ്റ്ററിന് 4 modes of operation ഉണ്ട്. What are the 4 modes of operation?
ട്രാൻസിസ്റ്ററിന്റെ 4 മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? Active, saturated, cut-off. Okay, active, saturation, cutoff and reverse active. Okay, so in active mode transistor will work as എന്തായിട്ടാണ് വർക്ക് ചെയ്യുക ആക്റ്റീവ് മോഡിൽ? ആംപ്ലിഫയർ. ഓക്കെ, ഇൻ സാച്ചുറേഷൻ മോഡ് on switch, and in cutoff mode off switch. Okay, so transistorne 4, there are 4 different modes of operation and 3 modes are, we are widely using 3 modes of operation. In active mode transistor will act as an amplifier, in saturation mode on switch, and cutoff mode off switch. Okay, so here we are taking active region. Active region means transistor to work in active region the transistor should be properly biased. So properly biased means biasing എങ്ങനെയാണ്? active regionിലാകുമ്പം emitter base junction should be emitter base biasing എങ്ങനെയായിരിക്കണം? emitter base forward biased and collector base reverse biased. Okay, so ആ രീതിയിൽ ബയാസിങ് പ്രോപ്പർ ബയാസിങ് കൊടുത്താൽ മാത്രമേ ട്രാൻസിസ്റ്റർ ആക്റ്റീവ് മോഡിൽ വർക്ക് ചെയ്യുള്ളൂ. സോ ഇൻ ആക്റ്റീവ് മോഡ് ട്രാൻസിസ്റ്റർ വിൽ ബിഹേവ് ആസ് ആൻ ആംപ്ലിഫയർ. ഓക്കെ, so we have already discussed the circuit diagram and working. So here transistor will work as an amplifier. Amplifier means output signal magnitude will be increased. Okay, so for providing biasing, that is for providing proper biasing, emitter base forward biasilum collector base reverse biasilum ആണെങ്കിൽ here we are using voltage divider biasing. Okay, so voltage divider biasing യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ട്രാൻസിസ്റ്ററിനെ പ്രോപ്പർ ബയാസിംഗ് മോഡിലേക്ക് മാറ്റുന്നത്. സോ voltage divider biasing പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് we are using supply voltage VCC, R1 and R2. Okay, so R1 R2 റെസിസ്റ്റൻസ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് കൊടുക്കുന്നത്. സോ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R2 വിൽ കം അക്രോസ് ബേസ് എമിറ്റർ ജംഗ്ഷൻ. അതായത് ഈ R2ന് അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പിനനുസരിച്ചിട്ടാണ്, അതിനനുസരിച്ചിട്ട് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ബേസ് എമിറ്റർ ജംഗ്ഷൻ അക്രോസ് വരും. സോ അതിനനുസരിച്ചിട്ട് ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡിലാവും. സോ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, സോ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഹിയർ വി ആർ here there are 2 capacitors, that is C1 C2 coupling capacitor. Okay, so coupling capacitor എന്തിനാണ് coupling capacitor യൂസ് ചെയ്യുന്നത്? C1 ഇൻപുട്ട് സൈഡിലെ coupling capacitor ആണ് and C2 coupling capacitor in output side. Okay, so coupling capacitor ഫംഗ്ഷൻ എന്താണ്? C1 എന്തിനായിരുന്നു യൂസ് ചെയ്തിരുന്നത്? ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. C1 എന്തിനാ യൂസ് ചെയ്യുന്നത്? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് C1 coupling capacitor? C1 blocks DC from input side and also block VCC coming into ബേസ് ജംഗ്ഷൻ. ഓക്കെ, ഈ VCC എന്ന് പറയുന്ന DC വോൾട്ടേജ് ബേസിലേക്ക് വരുന്നതിനെയും ബ്ലോക്ക് ചെയ്യും. അതുപോലെ ഇൻപുട്ട് സിഗ്നലിൽ DC വാല്യൂസ് ഉണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് C1 യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് അലൗസ് AC സിഗ്നൽ ടു ബേസ്. ഓക്കെ, സോ അതിനാണ് C1 യൂസ് ചെയ്യുന്നത്. ദെൻ C2 ഔട്ട്പുട്ട് സൈഡിലെ കപ്ലിംഗ് കപ്പാസിറ്റർ ആണ്. then it will also block DC component in the output signal. അതായത് ഔട്ട്പുട്ട് സിഗ്നലിൽ DC component ഉണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യും C2. then what is the function of resistance RE? REന്റെ ഫംഗ്ഷൻ എന്താ? ഓരോന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ല അല്ലേ എഴുതിയെടുക്കണമെന്ന്. ഓരോ ക്ലാസ്സിൽ പറയുന്നതും എഴുതിയെടുത്ത് അടുത്ത ക്ലാസ്സിലേക്ക് പഠിച്ചിട്ട് വരണം. ഓക്കെ, സോ ഓൺലൈൻ ആണെന്ന് വിചാരിച്ച് നിങ്ങൾ വെറുതെ അവിടെ ഇരുന്നാൽ പോരാ. So
തെർമൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ആർ എന്ന് പറയുന്ന കപ്പാസിറ്റർ റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ദെൻ സിഇ ബൈപ്പാസ് കപ്പാസിറ്റർ ആണ് എ സി സിഗ്നൽ ആർ ഇക്ക് അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന എ സി സിഗ്നലിനെ ഗ്രൗണ്ടിലേക്ക് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സി എന്ന് പറഞ്ഞ കപ്പാസിറ്റൻസ് യൂസ് ചെയ്യുന്നത്. ദെൻ സിഇൻ്റെ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്ന കാരണം വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഗെയിൻ ഇൻക്രീസ് ചെയ്യും ആൻഡ് ബാൻഡ് വിഡ്ത്ത് ഡിക്രീസ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്, വർക്കിംഗ് ഓഫ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ and its advantages also. Okay, so advantages എന്തായിരുന്നു? The component, cheap components are used. Then simple circuit ആണ്. Gain is uniform along wide range of input frequency. Okay, so ഇത്രയായിരുന്നു ഇതിൻ്റെ advantages. So next, frequency response of RC coupled amplifier. നെക്സ്റ്റ് ടോപ്പിക് ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ. അതായത് നമ്മൾ ഇപ്പോൾ പഠിച്ചിരിക്കുന്നത് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. സോ അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഓക്കെ വരച്ചെടുക്കുക, ഓരോ പോയിന്റ്സും നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ. So frequency response means it is a curve plotted between input frequency and gain of the amplifier. Okay, so curve plotted between gain of the amplifier versus frequency. അതായത് ഇൻപുട്ട് സിഗ്നൽ വി ആർ അപ്ലൈയിങ് എ സി ഇൻപുട്ട് സിഗ്നൽ ആൻഡ് വി ആർ ഗെറ്റിംഗ് ആൻ എ സി ഔട്ട്പുട്ട് സിഗ്നൽ. ഓക്കെ, ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താ, മാഗ്നിറ്റ്യൂഡിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എ സി സിഗ്നലാണ്, അതുപോലെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്, എ സി സിഗ്നലാണ്. അപ്പോൾ എ സി സിഗ്നലിന് ഫ്രീക്വൻസി ഉണ്ടാവും. ഓക്കെ, സോ ഓരോ ഫ്രീക്വൻസിയിൽ സിഗ്നൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണ് ഗെയിൻ കിട്ടുന്നത്. സോ വാട്ട് ഈസ് ഗെയിൻ? ഗെയിൻ മീൻസ് റേഷ്യോ ഓഫ്, ഇപ്പോൾ വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡാണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ ഗെയിൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. അതായത് നമ്മൾ 5 വോൾട്ട് ഇൻപുട്ട് കൊടുത്തു, ദെൻ ഔട്ട്പുട്ട് കിട്ടുന്നത് മാഗ്നിറ്റ്യൂഡ് 10 വോൾട്ട് ആണെങ്കിൽ ഇവിടെ ഗെയിൻ എന്ത് പറയും? ഗെയിൻ ഈക്വൽ ടു 2 ആണ്. ഓക്കെ, സോ അതേസമയം ഇഫ് വി ആർ ഗിവിംഗ് 5 വോൾട്ട് ആൻഡ് വി ആർ ഗെറ്റിംഗ് ആൻ ഔട്ട്പുട്ട് വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് ഓഫ് 15 വോൾട്ട്, at that time we can say the gain is 3. ഓക്കെ, എ സി സിഗ്നല് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ഉണ്ടാകും. അത് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസി നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന സിംഗിൾ ഫേസ് എ സി ഫ്രീക്വൻസി ഈക്വൽ ടു 50 ഹെർട്സ് ആണ്. സോ അതുപോലെ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി സിഗ്നൽസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്ന എ സി സിഗ്നൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രീക്വൻസി ഉള്ള സിഗ്നൽസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് ഗെയിനിൽ വരുന്ന വേരിയേഷൻ. ഓക്കെ, സോ അത് പ്ലോട്ട് ചെയ്യുന്ന ആ ഒരു ഗ്രാഫിനെയാണ് എന്ത് പറയുന്നത്? ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫ്രീക്വൻസി റെസ്പോൺസ് മീൻസ് ഇറ്റ് ഈസ് എ കർവ് പ്ലോട്ടഡ് ബിറ്റ്വീൻ ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ ആൻഡ് ഫ്രീക്വൻസി. Okay, so frequency response is a curve plotted between gain of the amplifier and frequency. So for different type values of input frequency, what would be the gain of the amplifier? Okay, different types of frequency യിലുള്ള ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്രീക്വൻസിയിൽ, അതായത് ഇപ്പോൾ നമ്മളൊരു 50 ഹെഡ്സ് ഫ്രീക്വൻസിയുള്ള സിഗ്നൽ എടുത്തു, സോ ആ ഒരു ടൈമിൽ എന്താണ് ഗെയിൻ നോക്കുക. ഇനി 100 ഹെഡ്സ് ഫ്രീക്വൻസിയുള്ള സിഗ്നൽ അപ്ലൈ ചെയ്തു, അപ്പോഴും ആ ഗെയിൻ തന്നെയാണോ കിട്ടിയത്, അതോ ഗെയിൻ ഡിഫറെൻ്റ് ആണ്, എത്രയാണോ ഗെയിൻ നോക്കുക. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രീക്വൻസീസിലുള്ള ഗെയിൻ എടുത്തിട്ട് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഈ സിസ്റ്റത്തിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ആൻ ആംപ്ലിഫയർ ഈസ് എ കർവ് പ്ലോട്ടഡ് ബിറ്റ്വീൻ ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ ആൻഡ് ഫ്രീക്വൻസി. ഏതായാലും നോക്കുക, ഇതാണ് ഒരു ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ കേസിൽ ഇത് പ്ലോട്ട് ചെയ്ത് വെക്കുക. ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ കേസിൽ ഫ്രീക്വൻസി റെസ്പോൺസ് പ്ലോട്ട് വരച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമുക്ക് ഗ്രാഫ് കിട്ടുക. ഓക്കെ, സോ എക്സ് ആക്സിസ് വി ആർ ടേക്കിംഗ് ഫ്രീക്വൻസി. ഇപ്പോൾ ഫ്രീക്വൻസി മാർക്ക് ചെയ്യാം, അത് F1, then this frequency is F2, then below F1 we are taking it as low frequency, and F1 to F2 ഇത് medium frequency. Okay, F1 to F2 medium frequency range, then after that high frequency. Okay, so frequency range mark ചെയ്യുക, x axis frequency, low frequency, medium frequency and high frequency. Okay, so you will get a curve like this. ഇവിടെ almost a straight line, then ഇവിടെ constant value, then value decreases. Okay, then F1 to F2 mark ചെയ്യുക bandwidth,
ഇനി ഇത് മാക്സിമം ഗെയിൻ കിട്ടുന്നത് ഈ വാല്യൂവിൽ എ മാക്സ് എന്ന് എഴുതുക. വൈ ആക്സിൽ ഗെയിൻ ആണ്. സോ ഇവിടെ മാഗ്നിറ്റ്യൂഡ് എത്രയാണോ വരുന്നത് ആ മാഗ്നിറ്റ്യൂഡാണ് എ മാക്സ്, മാക്സിമം വാല്യൂ. കോൺസ്റ്റന്റ് വാല്യൂ വരുന്ന എ മാക്സ് എന്ന് എഴുതുക. ഇത് ഈ ഒരു ഫ്രീക്വൻസിയിൽ, അതായത് ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്തു. ഓക്കെ, സോ ആ പോയിന്റ് മാർക്ക് ചെയ്യുക. 0.707 എ മാക്സ്, 0.707 എ മാക്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ കേർവ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? വോൾട്ടേജ് ഗെയിൻ വിൽ ബി മാക്സിമം ഫോർ എ സർട്ടൺ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ്. ഓക്കെ, അതായത് F1 ടു F2 ഫ്രീക്വൻസിയിൽ, ഇത്രയും ഫ്രീക്വൻസിയിൽ, അതായത് F1 ടു F2 അല്ല, ഈ ഒരു ഫ്രീക്വൻസിയിൽ. ഓക്കെ, സോ ഈ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി റേഞ്ച് കൺസിഡർ ചെയ്യാം. സോ ഫോർ ദിസ് ഫ്രീക്വൻസി റേഞ്ച് ദ ഗെയിൻ വിൽ ബി കോൺസ്റ്റന്റ്. ഓക്കെ, ഇവിടുന്ന് ഇത്രയും വരെയുള്ള ഫ്രീക്വൻസി നോക്കിക്കഴിഞ്ഞാൽ ദ ഗെയിൻ കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ, ഗെയിനിൽ ചേഞ്ച് ഇല്ല. എ മാക്സ് എന്ന് പറയുന്ന ഈ മാഗ്നിറ്റ്യൂഡ് തന്നെയാണ് കിട്ടുന്നത്. ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദി ഗെയിൻ. ഓക്കെ, സോ വോൾട്ടേജ് ഗെയിൻ ഓഫ് ദിസ് ആംപ്ലിഫയർ വിൽ ബി മാക്സിമം ഫോർ സർട്ടൺ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ്. ഓക്കെ, സോ ആർ സി കപ്പിൾഡിൻ്റെ കേസിൽ ഈ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെഡ്സ് ടു 20 കിലോ ഹെഡ്സ് ആണ്. ഓക്കെ, സോ ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിലാണ് ഗെയിന് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. സോ ഈ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെയുള്ള ഫ്രീക്വൻസിയാണ് ഈ ഒരു ഫ്രീക്വൻസി റേഞ്ച്. ഓക്കെ, സോ ആ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി റേഞ്ചിൽ ഗെയിനിൻ്റെ വാല്യൂ കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇനി ഫ്രീക്വൻസി 50 ഹെഡ്സിന് ബിലോ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മാഗ്നിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യും. അതുപോലെ ഈ ഫ്രീക്വൻസി ഈസ് എബവ് 20 കിലോ ഹെഡ്സ്, അറ്റ് ദാറ്റ് ടൈം ഓൾസോ ദ മാഗ്നിറ്റ്യൂഡ് വിൽ ഡിക്രീസ്. ഓക്കെ, സോ ഫ്രീക്വൻസി റെസ്പോൺസ് പ്ലോട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്ലോട്ടിൽ ഫോർ എ പർട്ടിക്കുലർ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി, അതായത് ഫോർ 50 ഹെഡ്സ് ടു, സോ ആർ സി കപ്പിളിൻ്റെ കേസിൽ ഇതാണ് ഫ്രീക്വൻസി റേഞ്ച്. ഓക്കെ, സോ 50 ഇവിടെ എഴുതിയിട്ടുണ്ട്, around 50 hertz to 20 kilohertz gain will be maximum. ഓക്കെ, സോ അതാണ് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കിട്ടുന്നത്. സർട്ടൺ റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയിൽ ഗെയിൻ മാക്സിമം ആയിരിക്കും, കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ gain will be maximum for 50 hertz to 20 kilohertz, and gain reduces when the frequency is below 50 hertz or above 20 kilohertz. ഓക്കെ, സോ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെ ഫ്രീക്വൻസീസിലാണ് ഗെയിൻ മാക്സിമം കോൺസ്റ്റന്റ് വാല്യൂ വരുന്നത്, അതുപോലെ ഏത് ഫ്രീക്വൻസിയിലാണ് ഗെയിൻ റെഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ 50 ഹെഡ്സ് ടു 20 കിലോ ഹെഡ്സ് ഗെയിൻ വിൽ ബി മാക്സിമം ആൻഡ് കോൺസ്റ്റന്റ്, ആൻഡ് ബിലോ 50 ഹെഡ്സ് gain will reduce, and also above 20 hertz gain will reduce. Okay, so ഇവിടെ നോക്കുക ഗ്രാഫിൽ 50 hertz to 20 കിലോ ഹെഡ്സ് ഗെയിൻ കോൺസ്റ്റന്റ് ആയിരിക്കും, ദെൻ ബിലോ 50 ഹെഡ്സ് ഗെയിൻ ഡിക്രീസ് ചെയ്യും, അതുപോലെ എബവ് 20 കിലോ ഹെഡ്സ് വന്നു കഴിഞ്ഞാലും ഗെയിന് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഈ ഒരു പർട്ടിക്കുലർ മാഗ്നിറ്റ്യൂഡ് നോക്കുക, അതായത് ഇവിടെ ഗെയിൻ മാക്സിമം ആണ്. ഓക്കെ, അറ്റ് ദിസ് പോയിന്റ് ദ ഗെയിൻ വിൽ ബി ഈക്വൽ ടു 0.707 ഓഫ് മാക്സിമം വാല്യൂ. അതായത് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ, മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എ മാക്സ് 1 ആണെങ്കിൽ, at this particular frequency, at frequency F1 and F2, the magnitude will be equal to 0.707. ഓക്കെ, അതായത് ഈ ഒരു ഫ്രീക്വൻസി റേഞ്ചിൽ മാക്സിമം വാല്യൂ 1 ആണെങ്കിൽ F1 F2 എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നതായിരിക്കും 0.707. ഓക്കെ, ഇനി നമ്മൾ പെർസെൻറ്റേജിൽ എടുക്കുകയാണെങ്കിൽ, അതായത് ഇവിടെ എ മാക്സിൻ്റെ വാല്യൂ 100 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരിക? ഇഫ് എ മാക്സ് ഈസ് 100, 0.707 എ മാക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നിഹ, if a max is 100, what is 0.707 a max? അമേഘ, ഇവിടെ എ മാക്സിന്റെ വാല്യൂ 100 ആണെങ്കിൽ 0.707 എ മാക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേക്ക് നിഹ പോയോ?
അഭിനവ്, നിങ്ങൾ ഇവിടെ ക്ലാസ്സിൽ തന്നെ ഉണ്ടോ അതോ ഓൺ ചെയ്ത് വെച്ചിട്ട് പോവുകയാണോ? ഒരാൾ റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, എമാക്സ് 100 ആണെങ്കിൽ 0.707 എമാക്സ് എത്രയാണ്? 70.7. ഓക്കെ, എമാക്സ് 100 ആണെങ്കിൽ 0.707 എമാക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 70.7 ആയിരിക്കും അല്ലേ? Okay, so this particular range of frequency, അതായത് 50 ഹെഡ്സ് ടു 20 കിലോ ഹെഡ്സ് ഫ്രീക്വൻസിയിൽ ഗെയിൻ മാക്സിമം ആയിരിക്കും. ദെൻ ഈ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി, അതായത് F1 ബിലോ 50 ഹെഡ്സിൽ F1 എന്ന് പറയുന്ന ഫ്രീക്വൻസിയിലും അതുപോലെ എബവ് 20 ഹെഡ്സിൽ F2 എന്ന് പറയുന്ന ഫ്രീക്വൻസിയിലും, ഈ രണ്ട് ഫ്രീക്വൻസിയിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗെയിന് 0.707 എമാക്സ് വരും. സോ ഇനി പെർസെൻറ്റേജിൽ പറയുകയാണെങ്കിൽ എത്ര പറയാം? 70.7% എന്ന് പറയാം. ഓക്കെ, so the frequencies at which gain reduces to 70.7% of its maximum value are known as cut-off frequencies. ഓക്കെ, അപ്പോൾ ഈ F1 എന്ന് പറയുന്ന ഫ്രീക്വൻസിയിലും F2 എന്ന് പറയുന്ന ഫ്രീക്വൻസിയിലും ഗെയിൻ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂവിൻ്റെ 70.7%. പെർസെൻറ്റേജിൽ പറയുകയാണെങ്കിൽ 70.7% എന്ന് പറയാം. അതല്ലെങ്കിൽ 0.707 ഓഫ് എ മാക്സിമം. Okay, so these particular frequencies are known as cut-off frequencies. Okay, the frequencies at which the gain reduces to 70.7% of maximum value, that frequencies are known as cut-off frequencies. Okay, so അത് നോട്ട് ചെയ്ത് വെക്കുക. ഫ്രീക്വൻസീസ് അറ്റ് വിച്ച് ഗെയിൻ റെഡ്യൂസസ് ടു 70.7% ഓഫ് മാക്സിമം വാല്യൂ ആർ നോൺ ആസ് കട്ട് ഓഫ് ഫ്രീക്വൻസീസ്. അപ്പോൾ ഇവിടെ നമ്മളെ ഫ്രീക്വൻസി റെസ്പോൺസിൽ F1ലാണ് ഗെയിൻ എത്രയാവുന്നത്? 70.7% ഓഫ് മാക്സിമം വാല്യൂ. അതുപോലെ F2ൽ 70.7% ഓഫ് മാക്സിമം വാല്യൂ ആണ്. ഓക്കെ, സോ ഈ രണ്ട് ഫ്രീക്വൻസീസിന് എന്ത് പറയും? കട്ട് ഓഫ് ഫ്രീക്വൻസീസ് എന്ന് പറയും. ഓക്കെ, ഇനി ഈ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി റേഞ്ചിൽ, അതായത് ഇവിടെ ചെറിയ ഡിക്രീസ് വരുന്നുണ്ട്, എന്നാൽ പോലും ബാക്കിയുള്ള ഫ്രീക്വൻസി റേഞ്ചിൽ എന്താണ്? ഗെയിൻ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സോ ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ഫോർ വിച്ച് ഗെയിൻ റിമെയിൻസ് കോൺസ്റ്റൻ്റ് ഈസ് നോൺ ആസ് ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, സോ ബാൻഡ് വിഡ്ത്തും കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സോ കട്ട് ഓഫ് ഫ്രീക്വൻസീസ് ആർ ദ ഫ്രീക്വൻസീസ് അറ്റ് വിച്ച് ഗെയിൻ റെഡ്യൂസസ് ടു 70.7% ഓഫ് മാക്സിമം വാല്യൂ. ഓക്കെ, ഗെയിന് ഇവിടെ ഒരു മാക്സിമം വാല്യൂ ഉണ്ട്, അതിൻ്റെ 70.7% എത്തുന്ന ആ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസീസിനാണ് കട്ട് ഓഫ് ഫ്രീക്വൻസീസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ കട്ട് ഓഫ് ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് F1ഉം F2 ആണ് കട്ട് ഓഫ് ഫ്രീക്വൻസീസ്. ഇനി ഒരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയിൽ, അതായത് F1 ടു F2 ഫ്രീക്വൻസിയിൽ ഗെയിൻ എന്താണ്? ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സോ ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ഫോർ വിച്ച് ഗെയിൻ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഗെയിൻ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്ന ആ ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ്, അതിനെയാണ് എന്ത് പറയുന്നത്? ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബാൻഡ് വിഡ്ത്ത് ഇസ് ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ഫോർ വിച്ച് ഗെയിൻ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ ഫ്രീക്വൻസി റെസ്പോൺസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഓരോ പോയിന്റും എടുത്ത് ഇത്രയും പറയുന്നത്. ഓക്കെ, so frequencies at which gain reduces to 70.7% of maximum value are cutoff frequencies, and bandwidth is the range of frequencies for which gain remains constant. Okay, so ഇത്രയാണ് ഫ്രീക്വൻസി റെസ്പോൺസിലുള്ളത്. സോ ഇത് പ്ലോട്ട് ചെയ്ത് വെക്കുക. ഫ്രീക്വൻസി റെസ്പോൺസ് ഇസ് ദി പ്ലോട്ട് ബിറ്റ്വീൻ ഗെയിൻ ആൻഡ് ഫ്രീക്വൻസി. ഓക്കെ, ഫ്രീക്വൻസി വേരിയേഷൻ അനുസരിച്ച് ഗെയിന് പ്ലോട്ട് ചെയ്യുന്ന ആ ഗ്രാഫിനെയാണ് ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് ഓർമ്മിക്കാനുള്ളത്, ഇതിൽ സർട്ടൺ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ്, അത് 50 to 20 കിലോ ഹെഡ്സ് ഫ്രീക്വൻസിയിൽ ഗെയിന് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ബിലോ 50 ഹെഡ്സ് ഗെയിൻ ഡിക്രീസസ് ആൻഡ് ഓൾസോ എബവ് 20 കിലോ ഹെഡ്സ് ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇനി ഗെയിന് മാക്സിമം വാല്യൂവിൻ്റെ 70.7% ആവുന്ന ഫ്രീക്വൻസീസിന് കട്ട് ഓഫ് ഫ്രീക്വൻസീസ് എന്ന് പറയും. ദെൻ ഗെയിൻ കോൺസ്റ്റൻ്റ് ആവുന്ന ഫ്രീക്വൻസി റേഞ്ചിനെയാണ് എന്ത് പറയുന്നത്? ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് വൈ ദ ഗെയിൻ റെഡ്യൂസസ് ബിലോ 50 ഹെഡ്സ് ആൻഡ് എബവ് 20 കിലോ ഹെഡ്സ്? ഓക്കെ, സോ നമ്മൾ പറഞ്ഞ ഫ്രീക്വൻസി 50 ഹെഡ്സ് ബിലോ ആവുമ്പോൾ ഗെയിൻ റെഡ്യൂസ് ചെയ്യും. അതുപോലെ ഫ്രീക്വൻസി എബവ് 20 കിലോ ഹെഡ്സ് ആയി കഴിഞ്ഞാലും ഗെയിൻ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ വൈ ദ ഗെയിൻ ഈസ് റെഡ്യൂസിങ്?
ഓക്കെ. സോ എന്തുകൊണ്ടാണ് ഗെയിൻ റെഡ്യൂസ് ചെയ്യുന്നത്? വാട്ട് ഈസ് ദ റീസൺ? റീസൺ ഫോർ ലോ ഗെയിൻ അറ്റ് ലോ ഫ്രീക്വൻസീസ്. അതായത് 50 ഹെഡ്സിനേക്കാളും ബിലോ ഫ്രീക്വൻസി വരുമ്പോൾ എന്തുകൊണ്ടാണ് ഗെയിൻ റെഡ്യൂസ് ചെയ്യുന്നത്? ഇപ്പം നമ്മുടെ സർക്യൂട്ട് എങ്ങനെയായിരുന്നു? ഇതാണ് സർക്യൂട്ട്. ഓക്കെ. സോ ഫ്രീക്വൻസി 50 ഹെഡ്സിനേക്കാളും കുറവാകുമ്പോൾ സർക്യൂട്ടിൽ എന്താ നടക്കുന്നത് നോക്കുക. ഓക്കെ. സോ ഇവിടെ കപ്പാസിറ്റർ ആണുള്ളത്. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ കേസിൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ? നിങ്ങൾക്കറിയോ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്? കപ്പാസിറ്റൻസ് ഒരു സർക്യൂട്ടിൽ ഓഫർ ചെയ്യുന്ന റിയാക്റ്റൻസ്, അതായത് റെസിസ്റ്റൻസിൻ്റെ ഓപ്പോസിഷന് നമ്മൾ റെസിസ്റ്റൻസ് ഓമിൽ റെപ്രസെൻറ്റ് ചെയ്യും. അതുപോലെ കപ്പാസിറ്റൻസിൻ്റെ ഓപ്പോസിഷന് റിയാക്റ്റൻസ് എന്ന് പറയുന്ന ടേം കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് നിങ്ങൾ അടുത്ത മൊഡ്യൂളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. നിങ്ങൾ മുമ്പ് ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ. സോ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന എക്സ് സി ആണ്. സോ എക്സ് സി ഈക്വൽ ടു എന്താണ്? 1/C into omega. Okay, capacitive reactance Xc equal to 1/C omega and omega equal to 2 pi f. F ആണ് ഫ്രീക്വൻസി എങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് 2 pi into f ആണ്. ഓക്കെ. സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. സോ ഇതാണ് ഓമിലുള്ള വാല്യൂ ആണ്. ഓക്കെ, ഓപ്പോസിഷൻ. സോ Xc equal to 1/C omega and omega equal to 2 pi f. So capacitive reactance Xc equal to 1/C into 2 pi f ആണ്. Okay. So in the case of amplifier at low frequency, that if the frequency is below 50 hertz, the gain will reduce. Okay. So what is the reason for this റിഡക്ഷൻ ഇൻ ഗെയിൻ? സോ അതാണ് നമ്മൾ നോക്കുന്നത്. എന്തുകൊണ്ടാണ് ഫ്രീക്വൻസി 50 ഹെഡ്സിനേക്കാളും കുറവ് വരുമ്പോൾ ഗെയിൻ റെഡ്യൂസ് ചെയ്യുന്നത്? ഓക്കെ. സോ ഫ്രീക്വൻസി ലോ ആണെന്ന് വിചാരിക്കും. ഓക്കെ. സോ ഇവിടെ ഫ്രീക്വൻസിൻ്റെ വാല്യൂ ലോ ആണെങ്കിൽ, എഫിൻ്റെ വാല്യൂ ലോ ആണെങ്കിൽ വാട്ട് വിൽ ബി കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്? എക്സി വാല്യൂ ഹൈ ആയിരിക്കില്ലേ? ഈ ഫ്രീക്വൻസി ഈസ് ലോ, എഫിൻ്റെ വാല്യൂ കുറവാണെങ്കിൽ എഫ് ഇവിടെ വരുന്നത് ഡിനോമിനേറ്ററിലാണ്. ഓക്കെ. ഇഫ് ദി വാല്യൂ ഓഫ് എഫ് ഈസ് വെരി ലോ, ദ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എക്സ് സി വിൽ ബി വെരി ഹൈ. ഓക്കെ. സോ ഇവിടെ നമ്മുടെ സർക്യൂട്ടിൽ ഇവിടെ ഇൻപുട്ട് സൈഡിലും കപ്പാസിറ്റേഴ്സ് വരുന്നുണ്ട്, അതുപോലെ ഔട്ട്പുട്ട് സൈഡിലും കപ്പാസിറ്റർ വരുന്നുണ്ട്. ഓക്കെ. സോ ഇഫ് ദി ഫ്രീക്വൻസി ഈസ് ബിലോ 50 ഹെർട്സ്, ദ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് വിൽ ബി വെരി ഹൈ. ഓക്കെ. സോ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് വെരി ഹൈ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ അത്രയും റെസിസ്റ്റൻസ്, അത്രയും ഒമിക് റെസിസ്റ്റൻസ് ഇവിടെ ഓഫർ ചെയ്യും. ഓക്കെ. സോ ലെസ് വോൾട്ടേജ് റീച്ചസ് ഇൻപുട്ട് ഓഫ് ട്രാൻസിസ്റ്റർ. ഓക്കെ. ഇവിടെ C1 എന്ന് പറയുന്ന കപ്പാസിറ്റർ ഉണ്ട്. സോ ലോ ഫ്രീക്വൻസിയിൽ, അതായത് ഫ്രീക്വൻസി കുറവാകുമ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എക്സ് സി വിൽ ബി വെരി ഹൈ. ഓക്കെ. സോ ഇത് ഓഫർ ചെയ്യുന്ന റിയാക്റ്റൻസ് ഹൈ ആയിരിക്കും. അപ്പോൾ ഇവിടെ റിയാക്റ്റൻസ് ഹൈ ആയിക്കഴിഞ്ഞാൽ ഇതുവഴിയാണ് ഇൻപുട്ട് സിഗ്നൽ പാസ് ചെയ്ത് ബേസിലേക്ക് എത്തുന്നത്. ഓക്കെ. സോ ഇവിടുത്തെ റിയാക്റ്റൻസ്, ഇവിടുത്തെ ഓപ്പോസിഷൻ ഹൈ ആണെങ്കിൽ ഇവിടുന്ന് സിഗ്നൽ, ഇൻപുട്ട് സൈഡിൽ നിന്ന് സിഗ്നൽ ബേസിലേക്ക് എത്തില്ല. ഓക്കെ. സോ ഇവിടേക്ക് എത്തുന്ന സിഗ്നലിൻ്റെ വാല്യൂ കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഗെയിൻ എന്തായിരിക്കും? കുറയും. ഓക്കെ. സോ ഹയർ 50 ഹെഡ്സിനേക്കാളും ഹയർ ഫ്രീക്വൻസിയിൽ എത്തുന്ന അത്രയും മാഗ്നിറ്റ്യൂഡ് സിഗ്നൽ ഇവിടെ എത്തില്ല ലോ ഫ്രീക്വൻസിയിൽ. സോ അതാണ് ലോ ഫ്രീക്വൻസിയിൽ ഗെയിൻ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു റീസൺ. ഓക്കെ. സോ അതുപോലെ തന്നെ ഇവിടെ CE എന്ന് പറയുന്നതാണ് ബൈപ്പാസ് കപ്പാസിറ്റർ ആണ്. ഓക്കെ. അതായത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന AC സിഗ്നലിനെ ഗ്രൗണ്ടിലേക്ക് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ CE എന്ന് പറഞ്ഞ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഫ്രീക്വൻസി ലോ മീൻസ് റിയാക്റ്റൻസ് വിൽ ബി ഹൈ. സോ റിയാക്റ്റൻസ് ഹൈ ആകുമ്പോൾ ഇവിടുന്ന് കംപ്ലീറ്റ് ആയിട്ട് ബൈപ്പാസിങ് നടക്കില്ല. ഓക്കെ. സോ ഇവിടുത്തെ ബൈപ്പാസിങ് നടന്നു കഴിഞ്ഞാൽ എന്താണ്? CEൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ പഠിച്ചിരുന്നതാണ്? ഡ്യൂ ടു പ്രസൻസ് ഓഫ് CE ദ ഗെയിൻ വിൽ ഇൻക്രീസ് എന്ന് പഠിച്ചു. ഓക്കെ. സോ ഇവിടെ റിയാക്റ്റൻസ് ഹൈ ആയി ഇവിടുന്ന് ബൈപ്പാസിങ് ശരിയായ രീതിയിൽ നടക്കുന്നില്ലെങ്കിൽ എന്താ? ഇവിടുത്തെ എഫക്റ്റ് ഉണ്ടാവില്ല. ഓക്കെ. സോ അതാണ് ഗെയിൻ റെഡ്യൂസ് ചെയ്യാനുള്ള രണ്ട് റീസൺ. ഓക്കെ. സോ ലോ ഫ്രീക്വൻസി ആയിരിക്കുമ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഹൈ ആയിരിക്കും. ഓക്കെ. C1 ആണ്, ഏത് കപ്പാസിറ്റർ ആണെങ്കിലും കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ ഇക്വേഷൻ X ഈക്വൽ ടു 1/C ഒമേഗ ആണ് ആൻഡ് ഒമേഗ ഈക്വൽ ടു 2 pi f. If frequency is very low, capacitive reactance Xc will be very high. ഓക്കെ. സോ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഹൈ മീൻസ് ഇവിടെ ഇൻപുട്ട് സൈഡിൽ കപ്പാസിറ്റർ ഉണ്ട്, ഔട്ട്പുട്ട് സിഗ്നലിലും കപ്പാസിറ്റർ ഉണ്ട്. സോ ഇൻപുട്ട് സൈഡിൽ നിന്ന് ഇവിടത്തേക്ക് സിഗ്നൽ കറക്റ്റായിട്ട് എത്തില്ല, അതായത് കുറഞ്ഞ വോൾട്ടേജ് മാത്രമേ എത്തില്ല. നമ്മളിവിടെ ഇഫ് യു ആർ അപ്ലൈയിങ് 5 വോൾട്ട്, കറക്റ്റ് 5 വോൾട്ട് ഇൻപുട്ടിൽ എത്തില്ല. സോ ഗെയിൻ
ഓട്ടോമാറ്റിക്കലി ഗെയിൻ റെഡ്യൂസ് ആവും. ഓക്കെ, അതായത് ഇവിടെ 5 എത്തുമ്പോഴുള്ള ആംപ്ലിഫിക്കേഷൻ നടക്കില്ലല്ലോ, ഇവിടെ 4 ആണെത്തതെങ്കിൽ. ഓക്കെ, സോ ഇൻപുട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. സോ അതാണ് ലോ ഫ്രീക്വൻസീസിൽ ഗെയിൻ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു റീസൺ. നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇതിൻ്റെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഹൈ ആയിരിക്കും. സോ ഇവിടുന്ന് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ബൈപ്പാസിങ് നടക്കില്ല. സോ ഈ രണ്ട് റീസൺ കാരണമാണ് ലോ ഫ്രീക്വൻസീസിൽ ഗെയിന് റെഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് നോട്ട് ചെയ്ത് വെക്കുക. റീസൺ ഫോർ ലോ ഗെയിൻ അറ്റ് ലോ ഫ്രീക്വൻസീസ്. ഓക്കെ, റിയാക്റ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ C1 and C2 will be very high unless voltage reaches input of the transistor. And second reason, bypass capacitor cannot act as a perfect bypass at low frequencies. ഓക്കെ, സോ ഈ രണ്ട് റീസൺ കാരണമാണ് എന്ത് ലോ ഫ്രീക്വൻസീസിൽ ഗെയിന് റെഡ്യൂസ് ആവുന്നത്. ഓക്കെ, ഇനി ഹൈ ഫ്രീക്വൻസിയിലും എന്താണ് ഗെയിന് റെഡ്യൂസ് ആവുന്നുണ്ട്. ഓക്കെ, സോ റീസൺ ഫോർ ലോ ഗെയിൻ അറ്റ് ഹൈ ഫ്രീക്വൻസി. അപ്പോൾ ഹൈ ഫ്രീക്വൻസിയിൽ എന്താണ് സംഭവിക്കുക? സെയിം സർക്യൂട്ട് നോക്ക്. ഓക്കെ, സോ ഫ്രീക്വൻസി ഹൈ ആകുമ്പോൾ ഇവിടെ റിയാക്റ്റൻസ് എന്ത് വരും? ഇവിടെ എഫിൻ്റെ വാല്യൂ നേരത്തെ നമ്മൾ ലോ ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. ഓക്കെ, സോ ഇവിടെ ഡിനോമിനേറ്റർ വാല്യൂ ഹൈ മീൻസ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ വാല്യൂ എന്താവും? ലോ ആവും. ഓക്കെ, സോ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പം കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് വിൽ ബി വെരി ലോ. ഓക്കെ, സോ റിയാക്റ്റൻസ് ലോ മീൻസ്, അതായത് സീറോ റിയാക്റ്റൻസ് മീൻസ് എന്താണ്? അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് ആണ്. ഓക്കെ, അതായത് റിയാക്റ്റൻസ് നമ്മൾ ഓമിലാണ് പറയുന്നത്. അപ്പോൾ സീറോ മീൻസ് അവിടെ റെസിസ്റ്റൻസ് ഒന്നും ഓഫർ ചെയ്യുന്നില്ല. റിയാക്റ്റൻസ് സീറോ മീൻസ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീക്വൻസി 20 കിലോ ഹെർട്സിനേക്കാളും ഹയർ ഫ്രീക്വൻസി ആകുമ്പം XC കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് വിൽ ബി വെരി ലോ. അതായത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് റെഡ്യൂസസ്. ഓക്കെ, സോ റെഡ്യൂസസ് മീൻസ് ദിസ് കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട്സ്. ഓക്കെ, റിയാക്റ്റൻസ് റെഡ്യൂസസ് ആൻഡ് കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട്, അതായത് ഒരു ഷോർട്ട് സർക്യൂട്ടിംഗ് എഫക്റ്റ് വരും. സോ ഇവിടെ കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് മീൻസ് ഇവിടെ കപ്പാസിറ്ററിൻ്റെ എഫക്റ്റ് ഇല്ല. അപ്പോൾ ഇവിടെ നമ്മൾ കപ്പാസിറ്റർ എന്തിനാ യൂസ് ചെയ്തിരുന്നത്? കപ്ലിംഗ് കപ്പാസിറ്റർ ഇവിടുന്ന് DC എന്ന് വരുന്ന VCC ഈ ബേസിൽ എത്താതിരിക്കാനും അതുപോലെ ഇൻപുട്ട് സൈഡിൽ നിന്നുള്ള DC സിഗ്നൽ ബേസിൽ എത്താതിരിക്കാനും അതിന് വേണ്ടിയിട്ടാണ് ഈ കപ്ലിംഗ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹൈ ഫ്രീക്വൻസീസിൽ റിയാക്റ്റൻസ് ലോ മീൻസ് കപ്പാസിറ്റൻസ് ഷോർട്ട് ആയി കഴിഞ്ഞാൽ ആ കപ്ലിംഗ് കപ്പാസിറ്റർ ആയിട്ട് അത് വർക്ക് ചെയ്യില്ല. ഓക്കെ, സോ അവിടെ കപ്പാസിറ്റർ ഇല്ലാത്തൊരു എഫക്റ്റ് വരും. സോ ട്രാൻസിസ്റ്ററിൻ്റെ ഗെയിൻ ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അതുപോലെ ഫ്രീക്വൻസി ഹൈ ആയിക്കഴിഞ്ഞാൽ 20 കിലോ ഹെർട്സിനേക്കാളും ഹൈ ഫ്രീക്വൻസി ആയിക്കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്ററിൻ്റെ പെർഫോമൻസും ഡിക്രീസ് ചെയ്യും. ഓക്കെ, സോ ട്രാൻസിസ്റ്ററിൻ്റെ സ്വിച്ചിങ് ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി ആയിക്കഴിഞ്ഞാൽ ട്രാൻസിസ്റ്ററിൻ്റെ പെർഫോമൻസ് റെഡ്യൂസ് ചെയ്യും. സോ അതുകൊണ്ടും ഗെയിൻ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ അതാണ് ഹൈ ഫ്രീക്വൻസീസിൽ ഗെയിൻ റെഡ്യൂസ് ചെയ്യാനുള്ള റീസൺ. ഓക്കെ, reason for low gain at high frequencies, reactance of capacitor reduces and capacitor short circuits. Okay, and next reason, transistor performance will be low at higher frequency. Okay, high frequency il transistor inde performance koravaayirikkum, adupole capacitor reduce ചെയ്യും, capacitive reactance value reduce ചെയ്യും, അതുകൊണ്ട് capacitor short circuit. Okay, so ഈ രണ്ട് റീസൺ കൊണ്ടാണ് ഹൈ ഫ്രീക്വൻസീസിൽ ഗെയിൻ ലോ ആവുന്നത്. ഓക്കെ, ക്ലിയർ? നമ്മൾ ഇന്ന് ആകെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് RC കപ്പിൾഡ് ആംപ്ലിഫയർ. ഓക്കെ, സോ ഫ്രീക്വൻസി റെസ്പോൺസ് മീൻസ് ഗെയിൻ വേഴ്സസ് ഫ്രീക്വൻസി ആണ്. സോ ഇതിലാകെ നോട്ട് ചെയ്യാനുള്ളത് F1 F2 രണ്ട് ഫ്രീക്വൻസീസ് അറ്റ് വിച്ച് ഗെയിൻ 70.7% ഓഫ് മാക്സിമം വാല്യൂ and the range of frequencies for which gain is constant is known as bandwidth. Okay, then at low frequencies, that is below 50 hertz, the gain will be reduced, and also above 20 kilohertz the gain reduces. Okay, so gain reduce ചെയ്യാനുള്ള കാരണം at low frequencies capacitive reactance, അത് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ലോ ഫ്രീക്വൻസിയിൽ എന്താ വരുന്നത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, സോ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC ഈക്വൽ ടു 1/C ഒമേഗയാണ്. ഓക്കെ, സോ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരുന്നാൽ ലോ ഫ്രീക്വൻസിയിലും ഹൈ ഫ്രീക്വൻസിയിലും എന്താ വരുന്നത് ഇവിടെ ജസ്റ്റ് നോക്കിയാൽ മതി. ഫ്രീക്വൻസി കുറയുമ്പോൾ എന്താ സംഭവിക്കുക, കൂടുമ്പോൾ എന്താ സംഭവിക്കുക. ഓക്കെ, സോ അറ്റ് ലോ ഫ്രീക്വൻസി വരുമ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഹൈ ആയിരിക്കും. സോ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഹൈ മീൻസ് ഇൻപുട്ട് സിഗ്നലിൽ കംപ്ലീറ്റ് ആയിട്ട് പാസ് ചെയ്യില്ല, അതുപോലെ ഇവിടെ ബൈപ്പാസിങ് പ്രോസസ്സും കംപ്ലീറ്റ് ആയിട്ട് നടക്കില്ല. സോ ഗെയിൻ റെഡ്യൂസ് ചെയ്യും.
ഓക്കെ. അതുപോലെ ഹൈ ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ലോ ആയിരിക്കും. ലോ മീൻസ് ഷോർട്ട് സർക്യൂട്ട്. ഓക്കെ. സോ ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ആവും, ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ആവും. സോ അതുകൊണ്ട് ഇതിന് ഡി സിനെ ബ്ലോക്ക് ചെയ്യാനുള്ള പ്രോസസ്സ് ഇവിടെ നടക്കില്ല, കപ്പാസിറ്ററിന്റെ എഫക്റ്റ് വരില്ല. അപ്പോൾ ഇവിടുന്ന് വി സി സി ഡി സി ഇവിടത്തേക്ക് വരും. അതുപോലെ ഇൻപുട്ട് സൈഡിൽ ഡി സി കമ്പോണന്റ് ഉണ്ടെങ്കിൽ അതും ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് വരും. സോ പ്രോപ്പറായിട്ട് ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സ് നടക്കില്ല, ഗെയിൻ റെഡ്യൂസ് ചെയ്യും. അതുപോലെ ഹൈ ഫ്രീക്വൻസീസിൽ ട്രാൻസിസ്റ്ററിന്റെ പെർഫോമൻസും കുറയും. സോ ഈ രണ്ട് റീസൺ കൊണ്ടാണ് ഗെയിൻ റെഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ.